പുനർവിവാഹം. രചന മായ. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഫൈസൽ സി എം നൂഞ്ഞേരി. വേണി ഒരു മൂളിപ്പാട്ടോടെ ഹർഷന്റെ വീട്ടിലേക്ക് നടന്നു. ഹൗസ് വാമിംഗ് കഴിഞ്ഞ് ആദ്യമായിട്ട് പോവുകയാണ് അവൾ. വേണി ഗേറ്റ് കടന്ന് വീടും പരിസരം അവിടെ നിന്നും നിരീക്ഷിച്ച്. മുറ്റത്ത് കുറച്ചധികം ചെടികൾ സ്ഥാനം പിടിച്ചിട്ടുണ്ട്. പിന്നെ ഒരു മാവിൻ തൈയും. ഹൗസ് വാമിങ്ങിന് മീനമ്മ ചേർത്ത് ഗിഫ്റ്റ് ചെയ്തത് ചുവന്ന പൂക്കളുള്ള റോസാ ചെടിയാണ്. അതിലാവട്ടെ പൂക്കൾ വിരിഞ്ഞിട്ടുണ്ട്. വേണി അടഞ്ഞിടക്കുന്ന മുൻവാതിൽ കണ്ടതും വടക്കുംപുറം വഴി അടുക്കള ഭാഗത്തേക്ക് നടന്നു. ശ്യാമ വർഷണം ഇല്ലാത്തതുകൊണ്ടാണ്, അല്ലെങ്കിൽ ഡോർ അടിച്ചിരുന്ന പതിവൊന്നുമില്ല. ശ്യാം ഞായറാഴ്ച ആയതുകൊണ്ട് നേരം വെളുത്തപ്പോഴേ അമലുമായി ക്ലബിലേക്ക് ഇറങ്ങിയതാണ്. ഹർഷൻ അതിൽ നേരത്തെ തന്നെ ബുള്ളറ്റിൽ പോകുന്ന കണ്ടിരുന്നു. അവനെ ഒന്ന് കൺകുളിർക്കെ കാണണമെന്നും പറ്റിയാൽ തന്റെ ഇഷ്ടം പറയണമെന്നും അവൾ ആഗ്രഹിച്ചിരുന്നു. ഇങ്ങനെ ഉള്ളിൽ തന്നെ വെച്ചുകൊണ്ടിരുന്നാൽ അയാളെ തനിക്കൊരിക്കലും കിട്ടില്ലെന്ന് ഉറപ്പാണ്. അതുകൊണ്ട് തന്നെ അവസരം ഒത്തുവരുമ്പോൾ അവന് പ്രപ്പോസ് ചെയ്യുമ്പോൾ പറയാനുള്ളതെല്ലാം മനസ്സിൽ കുറിച്ചു വെച്ചിട്ടുണ്ട് അവൾ. പിന്നെ ധൈര്യം വേണ്ടത്ര കൊടുത്തുകൊണ്ട് അഞ്ജനയുടെ മോട്ടിവേഷനും മുറ പോലെയുണ്ട്. ആന്റി, ആന്റിയേ, അവൾ ഉറക്കി വിളിച്ചുകൊണ്ടാണ് ചെന്നത്. ഇങ്ങ് കയറി വാ പെണ്ണെ, രാധിക അടുക്കളയിൽ നിന്ന് വിളിച്ചു പറഞ്ഞു. വേണി ചെരുപ്പഴിച്ച് അകത്തേക്ക് കയറി ചെന്നു. രാധിക നിലത്തിരുന്ന് കഴുകി തുടച്ച് വൃത്തിയാക്കിയ നെല്ലിക്ക ചില്ലുഭരണിയിലേക്ക് മുറിച്ചിടുകയാണ്. ആഹാ, ഉപ്പിലിടലാണോ? ആയിക്കഴിഞ്ഞാൽ എനിക്ക് തന്നെ കുറച്ച്. വേണി അവർക്കടുത്തേക്ക് ഇരുന്നുകൊണ്ട് പറഞ്ഞു. അവിടെ പാകായതുണ്ടടി പെണ്ണെ, നിനക്ക് വേണമെങ്കിൽ എടുത്ത് കഴിക്കേ, വീട്ടിൽ കൊണ്ടുപോയി എന്താന്ന് വെച്ചാ ചെയ്തോ. രാധിക അവൾ നോക്കി ഇളം ചിരിയോടെ പറഞ്ഞു. ഞാൻ പോകുമ്പോ കൊണ്ടുപോവാം. അവളൊരു പച്ച നെല്ലിക്ക് എടുത്ത് കടിച്ചുകൊണ്ട് പറഞ്ഞു. ആ, ഇത് കഴിഞ്ഞാൽ ഞാൻ അങ്ങോട്ട് വരാനിരിക്കായിരുന്നു. ഒരു സന്തോഷമുള്ള കാര്യമുണ്ട്. രാധിക പറഞ്ഞപ്പോൾ വേണിയും കൗതുകത്തോടെ നോക്കി. രാധിക കൈരണ്ണും തോളിലിട്ടിരിക്കുന്ന തോർത്തിലും തുടച്ചു. പിന്നെ അടുത്ത് വെച്ചിരുന്ന ഫോൺ എടുത്ത് അതിൽ നിന്നൊരു ഫോട്ടോ എടുത്ത് അവളുടെ മുന്നിലേക്ക് നീട്ടി. നോക്കി, ഇതാരാ, നല്ല ഭംഗിയുണ്ടല്ലോ. വേണി അവരുടെ കയ്യിൽ നിന്ന് ഫോൺ വാങ്ങിക്കൊണ്ട് ആ ഫോട്ടോ നോക്കി പറഞ്ഞു. കരിനീല സാരി ഉടുത്ത് നീളമുടി മെടഞ്ഞ് മുന്നിലേക്കിട്ട് പുഞ്ചിരിയോടെ നിൽക്കുന്ന ഒരു പെൺകുട്ടി. കണ്ണെഴുതി നെറ്റിയിലൊരു കറുത്ത പൊട്ടുമുണ്ട്. പ്രായം 25 കൂടില്ല കണ്ടാൽ. ഹർഷന് വേണ്ടി കണ്ടുവച്ച കുട്ടിയാ നയന. അവിടെ ഹർഷന്റെ അച്ഛന്റെ വീടിനടുത്തുള്ള കുട്ടിയാ. ഇപ്പൊ നെയ്സാ ആള്. നിഷ ഇന്നലെ അയച്ചു തന്നതാ. അവൾക്ക് ഹർഷനെ കെട്ടിച്ചേ തീരൂ. പോയിട്ട് 2 ദിവസമല്ലേ ആയുള്ളൂ. അപ്പോഴേക്ക് അവളിതേ കാര്യം ശരിയാക്കി. വേണി നടുക്കത്തോടെ ഫോണിൽ നിന്ന് മുഖമുയർത്തി രാധികയെ നോക്കി. ഒരു ചിരിയോടെ കാര്യം പറഞ്ഞുകൊണ്ട് ഫോണിലേക്ക് നോക്കുകയാണ്. വേണി ഒരു വിറയലോടെ ആ സ്ക്രീനിൽ കാണുന്ന കുട്ടിയെ ഒരിക്കൽ കൂടെ നോക്കി നിൽക്കെ അവൾക്ക് ആ പെൺകുട്ടിയെ ഒരു പൂതനയായി തോന്നി. നല്ല ചേലുണ്ടല്ലേ. രാധികയുടെ ശബ്ദം കേട്ടപ്പോൾ അവൾ അവരെ വീണ്ടും നോക്കി. ഹർഷൻ ചേട്ടൻ കണ്ടോ? എന്താ പറഞ്ഞേ? വേണി അറിയാനുള്ള തിടുക്കത്തോടെ ചോദിച്ചു. അവന് എതിർപ്പൊന്നുമില്ല. ഇന്ന് നേരിട്ട് സംസാരിക്കാൻ വേണ്ടി പോയിരിക്കുക. പരസ്പരം സംസാരിച്ച് ഓക്കെ ആണെങ്കിൽ മാത്രമേ മുന്നോട്ട് പോകൂ. അവന് ഇഷ്ടമായ പിന്നെ പെണ്ണാണലൊന്നും ഉണ്ടാവില്ല. സത്യം പറയാലോ, ചെക്കൻ ഇത്ര പെട്ടെന്നൊരു കല്യാണത്തിന് സമ്മതിക്കുന്നു ഞാൻ സ്വപ്നത്തിൽ പോലും കരുതിയതല്ല മോളെ. രാധിക ഉത്സാഹത്തോടെ പറയുമ്പോൾ വേണിയുടെ മാറി മറിയുന്ന മുഖഭാവങ്ങളൊന്നും ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നില്ല. വേണിക്ക് സങ്കടം കൊണ്ട് കണ്ണു നിറയുന്ന പോലെ അനുഭവപ്പെട്ടു. അവൾക്ക് അവിടെ അരികിൽ നിന്ന് ഓടിപ്പോരാനും എവിടെയെങ്കിലും ഒറ്റക്കൊരിടത്തിരുന്ന് കരയാനും തോന്നി. അവൾ തന്റെ കണ്ണ് നിറഞ്ഞൊഴുകുമെന്ന് തോന്നിയതും പെട്ടെന്ന് അവിടെ നിന്ന് എണീറ്റു. പിന്നെ കൗണ്ടർ ടോപ്പിൽ കാണുന്ന ഉപ്പിലിട്ട നെല്ലിക്കയുടെ ഭരണിക്കടുത്തേക്ക് നടന്നു. അപ്പോ പെട്ടെന്ന് കല്യാണം ഉണ്ടാവില്ലേ? അവളൊരു വിറയലോടെ ചോദിച്ചു. കല്യാണം പെട്ടെന്നില്ലെങ്കിലും നിശ്ചയം നടത്തി വെക്കും. അതും എല്ലാം ശരിയായി ഒത്തുവരികയാണെങ്കിൽ മാത്രം. കല്യാണം ആയാലും നിശ്ചയം ആയാലും ചെലവ് ഒത്തിരി വേണ്ടേ? രാഗിണി ഓരോന്നോർത്തുകൊണ്ട് ആവലാതിപ്പെട്ടു. വേണിക്ക് എന്ത് പറയണമെന്ന് അറിയുന്നുണ്ടായിരുന്നില്ല. അവൾക്ക് അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ടാൽ മതിയെന്നായിരുന്നു. അവളുടെ പ്രാർത്ഥന പോലെ പുറത്തുനിന്ന് മീനമ്മ ചേർത്തി രാധികയെ വിളിച്ചു. അവരവിടെ നിന്ന് എഴുന്നേറ്റ് പുറത്തേക്ക് നടക്കുന്നതിനിടയിൽ വേണിയും പുറകെ തന്നെ ഇറങ്ങി മതിലിനപ്പുറത്ത് നിൽക്കുന്ന മീനമ്മ ചേർത്തിയുടെ അടുത്തേക്ക് നടക്കുന്നവരോട് ഒന്നും പറയാതെ വേണി തിരികെ പോന്നു. വീട്ടിലേക്ക് തിരികെ നടക്കുമ്പോൾ വേണിയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകുക തന്നെ ചെയ്തു. കവിളിലൂടെ ഒലിച്ചിറങ്ങുന്ന കണ്ണീര് തുടച്ചു നീക്കുമ്പോൾ ഹർഷനെ താൻ ഒരുപാട് സ്നേഹിക്കുന്നുണ്ടെന്ന് തിരിച്ചറിയുകയായിരുന്നു വേണി. വീട്ടിലെത്തിയതും വേണി ഡോറടിച്ച് ബെഡിലേക്ക് കിടന്നു. താനൊരു ഭാഗ്യമില്ലാത്തവളാണെന്ന് തോന്നിപ്പോയി വേണിക്ക്. താൻ സ്നേഹിക്കുന്നവരാലൊന്നും സ്നേഹിക്കപ്പെടാനുള്ള ഭാഗ്യമില്ലാത്തവൾ. വേണി വായിൽ പുതപ്പ് കടിച്ചു പിടിച്ചുകൊണ്ട് തന്റെ കരച്ചിലുകളെ തടയാൻ ശ്രമിച്ചു. ഉച്ചയ്ക്ക് സന്ദേശം എന്ന് വിളിച്ചപ്പോഴാണ് വേണി പിന്നെ എണീറ്റത്. ഡോറിൽ വീണ്ടും തട്ടി വിളിക്കുന്നവരോട് ഇപ്പൊ വരാമെന്ന് അടഞ്ഞ ശബ്ദത്തിൽ വിളിച്ചു പറഞ്ഞു വേണി. പിന്നെ ബാത്റൂമിലേക്ക് കയറി മുഖം നന്നായി കഴുകി. മുഖം അമർത്തി തുടച്ചുകൊണ്ട് കണ്ണാടിയിൽ കാണുന്ന പ്രതിബിംബത്തിലേക്ക് ഉറ്റുനോക്കി അവൾ. കണ്ണ് ചുവന്ന് കലങ്ങിയിട്ടുണ്ട്. വേണി കണ്ണാടിയിൽ നിന്നൊരു പൊട്ടെടുത്ത് തൊട്ടു. തന്റെ മുഖം മാറിയാൽ അമ്മയ്ക്ക് മനസ്സിലാവും. അവൾ ഡോർ തുറന്ന് ഡൈനിങ് ഹാളിലേക്ക് ചെന്നപ്പോൾ അമൽ കഴിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഷാജി ഇരുന്നിട്ടുണ്ട്. സന്ധ്യ പ്ലേറ്റിലേക്ക് വിളമ്പുകയാണ്. ആ, വന്നോ നീ? എപ്പോഴാ നീ രാധികയുടെ അവിടുന്ന് പോന്ന്? ഞാൻ വിളിച്ചപ്പോൾ അവിടുന്ന് പോകുന്ന രാധികയും കണ്ടില്ല.
ഇവിടേക്ക് കയറി വന്ന തൊട്ട് ഞാനോ അച്ഛനോ കണ്ടതുമില്ല. സന്ധ്യ അവളെ കണ്ടതും പറഞ്ഞു. അച്ഛനും അമ്മയും അടുക്കളയിൽ റൊമാൻസിലാവുമ്പോ ആരെങ്കിലും വീട്ടിൽ കയറി വരുന്ന കാണൂ. ദേ ചേച്ചി, ഞാൻ വന്നപ്പോഴുണ്ടല്ലോ രണ്ടും കൂടെ അടുക്കളയിൽ കെട്ടിപ്പിടിച്ചുകൊണ്ട് പുളിശ്ശേരി ഉണ്ടാക്കുക. അമലൊരു പൊട്ടിച്ചിരിയോടെ പറഞ്ഞു. ഷാജിയും സന്ധ്യ ആകെ നാണം കെട്ട പോലെ ചൂളി നിന്നു. അമൽ അതുകൊണ്ട് രസിച്ചുകൊണ്ട് കഴിക്കുകയും ചെയ്യുന്നു. വേണിക്ക് പക്ഷെ അതൊന്നും ആസ്വദിക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. അവളൊരു ഇളം ചിരി വരുത്തിക്കൊണ്ട് ചെയറിലേക്ക് ഇരുന്നു. സന്ധ്യ അമലിനെ ഒന്ന് കണ്ണുരുട്ടി നോക്കിക്കൊണ്ട് അവൾക്ക് കഴിക്കാൻ വിളമ്പി. എന്തുപറ്റി, നിനക്ക് വയ്യ വേണി? വേണിയുടെ കമന്റ് ഒന്നും കേൾക്കാത്തതുകൊണ്ടാണ് ഷാജി അവളെ ശ്രദ്ധിച്ച്. അല്ലെങ്കിൽ ഈ സമയം അനിയന്റെ കൂടെ അവളും കൂടേണ്ടതാണ്. ഷാജി അത് ചോദിച്ചപ്പോൾ സന്ധ്യ അമൽ അവളെ നോക്കി. വലായ്മ നിറഞ്ഞ അവളുടെ മുഖം കണ്ടപ്പോൾ സന്ധ്യ അവളുടെ നെറ്റിയിൽ തൊട്ട് നോക്കി. ചെറിയ തലവേദന ഉണ്ടായിരുന്നു, ഇപ്പൊ കുഴപ്പമില്ല, അവൾ പറഞ്ഞു. ആ അതെങ്ങനെയാ? വെയിലത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കില്ലേ എന്ന് പറഞ്ഞാൽ കേക്കോ? അങ്ങനെ നടന്നാൽ തലവേദന വരാണ്ടിരിക്കുവോ? സന്ധ്യ കടുപ്പത്തിൽ പറയുകയും ചെയ്തു. എന്നാ കഴിച്ചിട്ട് ചെന്ന് കിടന്നു, ഷാജി യാതൊരു ഉഷാറുമില്ലാതിരിക്കുന്നവളോട് പറഞ്ഞു. വേണിയൊന്ന് തലയാട്ടിക്കൊണ്ട് കഴിക്കാൻ തുടങ്ങി. എന്നാൽ തൊണ്ടയിൽ നിന്നൊന്നും ഇറങ്ങാത്ത പോലെ അവൾ പ്ലേറ്റിൽ വിരലിട്ട് ഇളക്കിക്കൊണ്ടിരുന്നു. ഷാജി ഒട്ടും വൈകിച്ചില്ല. അയാൾ പ്ലേറ്റ് മുന്നിലേക്ക് നീക്കി വെച്ച് ഓരോ ഉരുളകളായി ഉരുട്ടി വേണിയുടെ വായിൽ വെച്ച് കൊടുത്തു. വേണിക്ക് ഒരു നിമിഷം അച്ഛനെ കെട്ടിപ്പിടിച്ച് കരയാനും തന്റെ സങ്കടങ്ങൾ ഒഴുക്കി പറയാനും ആഗ്രഹിച്ചു. അവൾ വിഷമം ഉള്ളിൽ ഒതുക്കിക്കൊണ്ട് അച്ഛൻ നൽകുന്ന ചോറ് കഴിച്ചു. അമലും സന്ധ്യയും ഒരു ചിരിയോടെ നോക്കി നിന്നെങ്കിലും അടുത്ത നിമിഷം തന്നെ അമൽ വേണിക്ക് നീട്ടി അടുത്തൂരുള്ള തന്റെ വാഗുകൊണ്ട് തട്ടിപ്പറിച്ചിരുന്നു. മൂന്നുപേരും വാത്സല്യത്തോടെ അവനെ നോക്കി. വേണി ആ സ്നേഹത്തിൽ തന്റെ ദുഃഖങ്ങൾ മറക്കാൻ ശ്രമിച്ചു. വൈകുന്നേരം രാധിക വലിയ സന്തോഷത്തോടെയാണ് സന്ധ്യയുടെ അടുത്തേക്ക് ചെന്ന്. കയ്യിലൊരു തൂക്കുപാത്രവുമുണ്ട്. രാധിക മുറ്റത്തെ ചെടികൾക്കിടയിലെ കളകൾ പറിച്ചു മാറ്റി മുറ്റം തൂക്കുവാണ്. അവനും ഷാജി ഉച്ച കഴിഞ്ഞതായി പുറത്തേക്ക് പോയതാണ്. വേണിയാകട്ടെ വയ്യെന്ന് പറഞ്ഞ് കിടക്കുക തന്നെയാണ്. ഗേറ്റ് തുറക്കുന്ന ശബ്ദം കേട്ടപ്പോൾ സന്ധ്യ തിരിഞ്ഞു നോക്കി. രാധികയെ കണ്ടപ്പോൾ അവർ ചിരിയോടെ എണീറ്റു. നല്ല പണിയാണല്ലോ, അല്ലേ വേണിയാണല്ലോ മുറ്റടിക്കാറ്. ഇന്നെന്തേ നീ? അല്ല വേണിയോടെ? രാധിക ചോദിച്ചുകൊണ്ട് തന്നെയാണ് അടുത്തേക്ക് ചെന്ന്. ആ അതിന് വയ്യ, തലവേദന ഉച്ചക്ക് എങ്ങാണ്ട് തുടങ്ങിയതാ. ഒട്ടും വയ്യ, ഡോക്ടറെ കാണിക്കാന്ന് പറഞ്ഞ കേൾക്കണ്ടേ? കിടന്നാ മാറുന്നു പറഞ്ഞ് കിടപ്പാ. അയ്യോ ആണോ? അവിടെ വന്നപ്പോ ഒന്നും ഉണ്ടായിരുന്നില്ലല്ലോ. എനിക്കാണെങ്കിൽ നേരാവണ്ണം അവളോട് മിണ്ടാനും പറ്റിയില്ല. മീനമ്മ ചേർത്തി വന്നപ്പോൾ കൊച്ചിങ് പോരുകയും ചെയ്തു. എന്തായാലും കുറവില്ലേൽ വെച്ചുകൊണ്ടിരിക്കണ്ട, ഡോക്ടറെ കാണിച്ചുകൊണ്ടു, രാധിക കാര്യമായി തന്നെ പറഞ്ഞു. ആ ഞാൻ പാമ്പുരുട്ടി കൊടുത്തിട്ടുണ്ട്, കുറവില്ലേ കാണിക്കണം. അല്ല ഇതെന്താ തൂക്കുപാത്രമൊക്കെ ആയിട്ട്? കയ്യിൽ പിടിച്ചിരിക്കുന്ന തൂക്കുപാത്രം നോക്കിക്കൊണ്ട് സന്ധ്യ ചോദിച്ചു. ഇത് കുറച്ച് ഉണ്ണിയപ്പാ, ഞാൻ ഉണ്ടാക്കിയതാ. ഒരു സന്തോഷ വാർത്തയുണ്ട്. രാധിക വിടർന്ന ചിരിയോടെ കണ്ണുകൾ ഇറക്കിക്കൊണ്ട് പറഞ്ഞു. നിഷ പറഞ്ഞിട്ട് നാട്ടിലൊരു കുട്ടിയെ കാണാൻ അർഷനിന്ന് പോയിരുന്നു. അവന് കുട്ടിയെ ഇഷ്ടമായി. തറവാടിനടുത്ത് തന്നെയാ കുട്ടി. അവിടെ ജില്ലാ ആശുപത്രിയിൽ നേഴ്സാ. ഞാൻ ഫോട്ടോ കാണിച്ചു തരാവേ, രാധിക പറഞ്ഞുകൊണ്ട് ആവേശത്തോടെ ഫോണിൽ നിന്ന് ഫോട്ടോ എടുത്ത് കാണിച്ചു. സന്ധ്യ ആകാംക്ഷയോടെ ഫോണിലേക്ക് നോക്കി. ആഹാ നല്ല സുന്ദരിയാണല്ലോ, അർഷിന് നന്നായിട്ട് ചേരും. സന്ധ്യക്ക് ഒറ്റ നോട്ടിൽ തന്നെ പെൺകുട്ടിയെ ഇഷ്ടപ്പെട്ടു. സന്ധ്യയുടെ അഭിപ്രായം കൂടെ കേട്ടതും രാധികക്ക് സന്തോഷം ഇരട്ടിയായി. നല്ല പെരുമാറ്റാണെന്ന് ഹർഷം പറഞ്ഞത്. സംസാരിച്ചപ്പോൾ രണ്ടുപേർക്കും പരസ്പരം ഇഷ്ടാവുകയും ചെയ്തു. ഇനിയിപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടുമായി ഓരോ പോക്കും വരവും. ചെറിയൊരു നിശ്ചയം കൂടെ നടത്തി വെക്കാന്നാ നിഷയും ഗോപനെങ്കിലും പറയുന്നത്. രാധിക പറഞ്ഞു. അപ്പൊ കല്യാണം പെട്ടെന്നുണ്ടാവുമോ? ഏയ് എടിപിടിന്ന് കല്യാണം നടക്കില്ല എൻ്റെ സന്ധ്യയെ. എത്ര ഒരുങ്ങണം, പൈസ എത്ര വേണമെന്നാ? ഈ വീട് പണിക്കെടുത്ത ലോണിനെ അടച്ചു തീരട്ടെ. ഉറപ്പിച്ചിട്ട് അതല്ലേ നല്ലത്. ഇതാവുമ്പോൾ പരസ്പരം ഒന്ന് അറിയാനും മനസ്സിലാവാനും സമയവും കിട്ടും. ആ അതും ശരിയാ. ഇപ്പൊ തന്നെ കുറെയൊക്കെ മനസ്സിലാക്കാനും മറ്റും പറ്റിയാലേ അത്രയും നല്ലത്. രാധിക അങ്ങനെ പറഞ്ഞപ്പോൾ ഇടിപിടിയിൽ നടത്തിയ വേണിയുടെ വിവാഹോർത്തുകൊണ്ട് സന്ധ്യ പറഞ്ഞു. ഞാൻ വേണിയെ വിളിക്കട്ടെ, അവൾക്ക് കാണിച്ചു കൊടുക്കാൻ ഫോട്ടോ. പെട്ടെന്ന് ഓർത്തുകൊണ്ട് സന്ധ്യ വേണിയെ വിളിക്കാൻ തുനിഞ്ഞെങ്കിലും രാധിക തടഞ്ഞു. അവൾ വന്നപ്പോൾ ഞാൻ കാണിച്ചു കൊടുത്തതാ. ഇനിയിപ്പോൾ ഉറങ്ങാണെങ്കിൽ ഉറങ്ങിക്കോട്ടെ. കല്യാണം ഉറച്ച കാര്യം നീ പിന്നെ പറഞ്ഞാൽ മതി. രാധിക കയ്യിലെ തൂക്കുപാത്രം കൂടെ സന്ധ്യയുടെ കയ്യിലേക്ക് വെച്ചു കൊടുത്തു. ആണോ? എന്നിട്ട് പെണ്ണത് പറഞ്ഞില്ലല്ലോ. ആ നീ വായോ, ഒരു ചായ കുടിച്ചിട്ട് സംസാരിക്കാൻ ബാക്കി. സന്ധ്യ രാധികയെ അകത്തേക്ക് വിളിച്ചുകൊണ്ട് പറഞ്ഞു. വേണി കുറവില്ല തലവേദന? ഇത് എണീറ്റ് കുറവില്ല, ചെന്ന് ഡ്രസ്സ് മാറ്, നമുക്ക് ചെന്ന് ഡോക്ടറെ കാണിക്കാം. അച്ഛനിപ്പോൾ വിളിച്ചു പറഞ്ഞ കുറവില്ലല്ലോ ഒരുങ്ങി നിൽക്കാൻ. സന്ധ്യ റൂമിൽ ലൈറ്റ് ഓൺ ചെയ്തുകൊണ്ട് ബെഡിനരികിലേക്ക് നടന്നു. ചുരുണ്ട് കിടന്നവൾ പതിയെ എണീറ്റു. അതൊക്കെ മാറിയമ്മ, ഇനി ഡോക്ടറെ കാണിക്കൊന്നും വേണ്ട. ഹെഡ് ബോർഡിലേക്ക് ചാരിയിരുന്നുകൊണ്ട് വേണി പറഞ്ഞു. സന്ധ്യ അവളുടെ അടുത്തേക്ക് ഇരുന്നുകൊണ്ട് നെറ്റിയിലും കഴുത്തിലും ഒന്ന് കൈപ്പത്തി വെച്ച് ചൂട് നോക്കുകയും ചെയ്തു. എന്നാ എണീറ്റ് വാ, മതി കിടന്ന്. ചായ എടുത്തു വെച്ചിട്ടുണ്ട്, വന്ന് കുടിക്ക്. രാധിക ആൻറ്റി വന്നിരുന്നു വൈകുന്നേരം. വന്നപ്പോൾ കുറച്ച് ഉണ്ണിയപ്പം കൊണ്ടുവന്നിട്ടുണ്ട്. ഹർഷന്റെ കല്യാണം ശരിയായത്രേ. നിനക്ക് കുട്ടിയുടെ ഫോട്ടോ കാണിച്ചു തന്നിരുന്നെന്ന് പറഞ്ഞു.
ചോദ്യത്തോടെ സന്ധ്യ അവളെ നോക്കി. വേണി അമ്മയുടെ നോട്ടത്തിൽ പതിരിക്കൊണ്ട് ഇമ വെട്ടിച്ച്. രാവിലെ പോയപ്പോ കാണിച്ചു തന്നിരുന്നു, ഞാൻ പറയാൻ മറന്നാ. വേണി എങ്ങനെയോ പറഞ്ഞൊപ്പിച്ച്. എല്ലാവർക്കും കുട്ടിയെ ഇഷ്ടായിക്കണു. മിക്കവാറും അടുത്ത മാസം തന്നെ നിശ്ചയം ഉണ്ടാവും. ഹർഷന്റെ അങ്കിളും ആന്റിയൊക്കെ പെട്ടെന്ന് നടത്താൻ തിടുക്കം കൂട്ടുന്നുണ്ടത്രേ. സന്ധ്യ അവളെ തന്റെ മുന്നിലേക്ക് വലിച്ചിരുത്തി അഴിഞ്ഞിടക്കുന്ന മുടി കോതിക്കൊണ്ട് പറഞ്ഞു. വേണിക്ക് അവളുടെ ഹൃദയം നീറിപ്പോഞ്ഞുകൊണ്ടിരുന്നു. ഹർഷൻ ചേട്ടന് ഇഷ്ടായോ? വാക്കുകൾ ഇടറാതെ ശ്രദ്ധിച്ചുകൊണ്ട് വേണി ചോദിച്ചു. അവന് ഇഷ്ടമില്ലാതെ ഇത്രയും എത്തുമോ? സംസാരിച്ചപ്പോ അവന് ഇഷ്ടായെന്നാ പറഞ്ഞേ. സന്ധ്യ പറഞ്ഞതും വേണി കണ്ണുകൾ മുറുക്കി അടച്ചു. വന്നേ, ആ മുഖം കഴുകിയിട്ട് വായു. ഇല്ലെങ്കിൽ ആ ചെക്കൻ ഉണ്ണിയപ്പം മുഴുവൻ തിന്നു തീർക്കും. അവളുടെ മുടി പിന്നിയിട്ട് ഒരു ക്രഞ്ചി കൂടിയിട്ട് സന്ധ്യ തിരികെ നടന്നു. വേണി ബലമില്ലാതെ മടുപ്പോടെ അവിടെ അങ്ങനെയായിരുന്നു. അഞ്ജന അവളെ ഇങ്ങനെ പറഞ്ഞ് സമാധാനിപ്പിക്കുമെന്നറിയാതെ കുഴഞ്ഞു. റെസ്റ്റ് റൂമിൽ ഇരിക്കുകയാണ് രണ്ടുപേരും. വേണി വന്നതേ കരച്ചിൽ തുടങ്ങിയതാണ്. കുറേയേറെ ശ്രമിച്ച ശേഷമാണ് അഞ്ജനക്ക് വേണിയുടെ കരച്ചിലിന്റെ വ്യക്തമായ കാരണം തന്നെ അറിയാൻ സാധിച്ചു. എന്റെ പൊന്നു വേണി, നീയൊന്ന് നിർത്ത്. നിന്റെ കരച്ചിലാണ്ട് അങ്ങയുടെ കല്യാണം കഴിഞ്ഞ പോലെയാണല്ലോ. ഇപ്പോഴും വൈകിട്ടില്ല. നീ ചെന്ന് നിന്റെ ഇഷ്ടം പറ മോളെ. എന്നിട്ട് പോരെ നിന്റെ ഈ കരച്ചില്? അഞ്ജന അസഹനീയതയോടെ അവളെ പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിച്ചു. വേണി കണ്ണ് രണ്ടും അമർത്തി തുടച്ചുകൊണ്ട് വിലങ്ങിനെ തലയാട്ടി. ഇല്ലടാ, ഞാനിനി എന്റെ ഇഷ്ടം പറഞ്ഞിട്ടൊരു കാര്യമില്ല. എല്ലാവരും ആ കല്യാണം ഉറപ്പിച്ചു. എല്ലാവർക്കും അവളെ ഇഷ്ടപ്പെടുകയും ചെയ്തു. ഹർഷൻ ചേട്ടനെ അവളെ ഇഷ്ടമായി. ഇനി ഞാൻ ഇഷ്ടമാണെന്ന് പറഞ്ഞു ചെന്നാ വെറുതെ നാണം കിടിയുള്ളൂ. വേണി വീണ്ടും കണ്ണീര് പൊഴിച്ചുകൊണ്ട് പറഞ്ഞു. എന്റെ പൊന്നു മോളെ, എടാ ഇതിപ്പോ ഒരു അറേഞ്ച്ഡ് മാരേജ് അല്ലേ, ലവ് മാരേജ് ഒന്നും അല്ലല്ലോ. നീ ഇത്ര കാളുകറി ചിന്തിക്കാച്ചെന്ന് കാര്യം പറഞ്ഞവരോട്. അഞ്ജന പിന്നെ അവളെ പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിച്ചു. എടാ, നിനക്ക് തോന്നുന്നുണ്ടോ ആ കുട്ടിയെ വേണ്ടെന്ന് വെച്ച് ഹർഷൻ ചേട്ടൻ എന്നെ സ്നേഹിക്കുന്നു, അവരൊക്കെ എന്നെ സ്വീകരിക്കുന്നു? ഇടയ്ക്ക് ഞാൻ തന്നെ അറിയാതെ മറന്നുപോയൊരു കാര്യമുണ്ട്. ഞാനൊരിക്കൽ കല്യാണം കഴിഞ്ഞ് ആ ബന്ധം പിരിഞ്ഞു നിൽക്കുന്നവളാ. കാരണം എന്ത് തന്നെയായാലും ഞാൻ ഇനി ഒരു രണ്ടാം കെട്ടുകാരിയാണ്ടാ. വേണിച്ചിരിക്കാൻ ശ്രമിച്ചുകൊണ്ട് പറഞ്ഞ കേൾക്കെ അഞ്ജനക്ക് സങ്കടം വന്നു. അവൾ വേണിയെ ആഞ്ഞു പുണർന്നു. അഞ്ജന നീറുന്ന കണ്ണുകൾ മുറുക്കി അടച്ചുകൊണ്ട് വേണിയെ തന്നിലേക്ക് ചേർത്ത് അമർത്തി. വേണിയും ഒരു താങ്ങ് കിട്ടിയ പോലെ അവളുടെ ചുമലിൽ തന്റെ വേദനയെല്ലാം ഒഴുക്കിയിറക്കാൻ ശ്രമിച്ചു. മേല് കഴുകി വന്നപ്പോഴാണ് വേണി അയിൽ നിന്ന് തുണിയെടുത്തിട്ടില്ലെന്ന് ഓർത്ത്. അമ്മ എപ്പോഴോ പറഞ്ഞാണ് തുണിയെടുക്കാൻ. താനത് മറക്കുകയും ചെയ്തു. ഇരുട്ടിയിട്ടില്ല, വേഗം ചെന്ന് എടുത്തിട്ട് വരാം. അവൾ വേഗം മുകളിലേക്ക് നടന്നു. ടെറസിലേക്കുള്ള വാതിൽ തുറന്നപ്പോഴേ തണുത്ത കാറ്റ് വന്ന് പൊതിഞ്ഞു. മാനം ചാന്ത് കുടഞ്ഞ പോലെ ചുവന്നിട്ടുണ്ട്. വേണി അയൽ വിരിച്ചിട്ട് തുണികൾ ഓരോന്നെടുത്ത് കൈത്തണ്ടയിലേക്ക് ഇട്ടു. ആരോ താഴെ നിന്ന് സംസാരിക്കുന്ന പോലെ കേട്ടപ്പോൾ അവൾ താഴേക്ക് എത്തി നോക്കി. ഷാജിയോട് സംസാരിക്കുന്ന ഹർഷനെ കണ്ടതും വേണിയുടെ മിഴികളൊന്ന് പിടഞ്ഞു. അവൾ പൊടുന്നതിനെ അവിടെ നിന്ന് മുഖം തിരിച്ചു. പിന്നെ ബാക്കിയുള്ള തുണികൾ കൂടെ എടുത്ത് താഴേക്ക് പോന്നു. തന്റെ വസ്ത്രങ്ങളെല്ലാം ബെഡിലേക്കിട്ട് ബാക്കി അച്ഛൻ്റെയും അമ്മയുടെയും അവരുടെ റൂമിലും അമലിന്റെ വസ്ത്രങ്ങൾ അവന്റെ റൂമിലെ ബെഡിലും കൊണ്ടുവച്ച് തിരികെ തന്റെ റൂമിലേക്ക് തന്നെ നടക്കുമ്പോഴാണ് ഉമ്മറത്തുനിന്ന് അച്ഛൻ വിളിക്കുന്ന കേട്ട്. വേണി ഒരു നിമിഷം അങ്ങനെ നിന്നു. വീണ്ടും വിളിക്കുന്ന കേട്ടപ്പോൾ ഒട്ടും ഇഷ്ടമില്ലാതെ തന്നെ ഉമ്മറത്തേക്ക് നടന്നു. അവന്റെ മുന്നിലേക്ക് പോവാൻ പോലും താല്പര്യപ്പെടുന്നില്ല. പക്ഷെ പോവാതെ വയ്യ. ഇനിയും ഒരുപാട് കാലം അയാളെ മുന്നിൽ കാണേണ്ടി വരും. എത്ര കാലം ഒഴിഞ്ഞു മാറി നടക്കും? അവളൊരു നിശ്വാസത്തോടെ ചിന്തിച്ചു. ഉമ്മറത്തെ തിണ്ണയിൽ അമലിനൊപ്പം ഇരിക്കുകയാണ് അവൻ. ഹർഷം മാത്രമല്ല, രാധികയും ശ്യാമുമുണ്ട്. അമ്മയും അച്ഛനും അടുത്ത് തന്നെയുണ്ട്. എല്ലാവരും തിണ്ണയിലും കസേരയിലുമായി ഇരിക്കുകയാണ്. ആ, എത്ര നേരായി വിളിക്കുന്നു വേണി. ദേ, നിശ്ചയത്തുള്ള ഡ്രസ്സ് എടുക്കാൻ നീ കൂടെ വരുമെന്ന് ചോദിക്കുന്നുണ്ട് ആന്റി. അവളെ കണ്ടതേ അമ്മ പറഞ്ഞു. വേണി, മറ്റന്നാ മോളിൽ ലീവ് എടുക്കണേ. ഏതായാലും നീ കൂടെ വരണം ഡ്രസ്സ് എടുക്കാൻ. ഗീത വരുന്നുണ്ട്. പക്ഷെ ആ കുട്ടിക്ക് ഒരു കമ്പനിക്ക് ഞാനൊരു വയസ്സിൽ മാത്രം പോരല്ലോ. ഞായറാണെങ്കിൽ ഹർഷൻ എന്തോ തിരക്കുണ്ട്. ഇല്ലേ പിന്നെ അന്നേക്ക് വെക്കായിരുന്നു. രാധിക അവളോട് കാര്യമായി പറഞ്ഞപ്പോൾ വേണി എന്ത് പറയണമെന്നറിയാതെ കുഴങ്ങി. എന്റെ അമ്മേ, അവള് വന്നോളൂ. ഒരു ലീവ് കിട്ടിയ അത്രയും സന്തോഷം എന്ന് കരുതിയിരിക്കുന്ന അവള് അല്ലേടി. അതിന് നിന്നെ പോലെ മടിച്ചില്ല അവള്. പഠിക്കണം എന്നൊരു ചിന്തയുണ്ട് അവൾക്ക്. ശ്യാം ഉറക്കെ കളിയോടെ പറഞ്ഞപ്പോൾ രാധിക അവന്റെ തുടക്കം ഒരു അടി കൊടുത്താണ് തിരിച്ചു പറഞ്ഞത്. അത് കേൾക്കാൻ കാത്തു നിന്ന പോലെ അമൽ ചിരിക്കുകയും ചെയ്തു. ശ്യാം ചുണ്ടുകൂട്ടി ഷാജിയുടെ അടുത്തേക്ക് നീങ്ങിയിരുന്നു. അവള് വന്നോളൂ രാധികെ, ഒരു ദിവസത്തെ ക്ലാസ് അല്ലേ. സന്ധ്യയാണ് വേണിക്ക് പകരം മറുപടി കൊടുത്ത്. എന്തെങ്കിലും കള്ളം പറഞ്ഞ് ഊരി വരാമെന്ന് കരുതിയവൾ അമ്മ പറഞ്ഞു കേൾക്കിയ വല്ലായ്മയോടെ അവരെ നോക്കി. ആ, എന്നാ പിന്നെ ശരി. രാവിലെ ഒരുങ്ങി നിന്നുകൊണ്ട് വേണി, നമുക്ക് എല്ലാവർക്കും കൂടെ അങ്ങ് പോയി ഡ്രസ്സൊക്കെ എടുത്ത് ചുറ്റിക്കറങ്ങി വരാം. രാധിക ഒരു ചിരിയോടെ പറഞ്ഞപ്പോൾ വേണി ഒരു ചിരി ചുണ്ടിൽ വരുത്താൻ കിണഞ്ഞ് ശ്രമിച്ചു. എന്നാൽ ഇനി ഞങ്ങൾ ഇറങ്ങട്ടെ, പോയിട്ട് വേണ്ട വിളക്ക് വെക്കാൻ. രാധിക തിണ്ണയിൽ നിന്ന് എഴുന്നേറ്റപ്പോൾ ഹർഷനും അമ്മയും കൂടെ തന്നെ എഴുന്നേറ്റു. നീ വരുന്നില്ലേടാ? രാധിക ശ്യാമിനെ നോക്കി ചോദിച്ചു. ഞാൻ കുറച്ച് കഴിഞ്ഞ് വരാം, അവൻ അലസതയോടെ പറഞ്ഞു. അതോടെ രണ്ടുപേരും ചെരുപ്പിട്ടിറങ്ങി. ഷാജിയും സന്ധ്യ അവരുടെ കൂടെ മുറ്റത്തേക്ക് ഇറങ്ങി ചെല്ലുകയും ചെയ്തു. ഗേറ്റ് കടന്നു പോകെ ഹർഷൻ വെറുതെ ഒന്ന് തിരിഞ്ഞു നോക്കി. ഏതോ ലോകത്തെന്ന പോലെ നിൽക്കുന്നവളെ കാണെ അവന്റെ നെറ്റിയിൽ വരകൾ വീണു. അമ്മ എന്തിനാ ഞാൻ വരുമെന്ന് പറഞ്ഞ്?
രാത്രിയിലേക്കുള്ള ചപ്പാത്തി ചുട്ടെടുക്കുന്നതിനിടയിലാണ് വേണി സന്ധ്യയോടായി ചോദിച്ച്. അവർ സംശയത്തോടെ അവളെ നോക്കി. ആന്റിയുടെ ഡ്രസ്സ് എടുക്കാൻ ഞാൻ വരുന്ന എന്തിനാ പറഞ്ഞെന്ന്? എനിക്ക് ക്ലാസ്സുകളല്ലേ? അവൾ അമർഷുള്ളിൽ ഒതുക്കിക്കൊണ്ട് പറഞ്ഞു. ഒരു ദിവസത്തെ ക്ലാസ് അല്ലേ, മടി പിടിച്ച് നീ എത്ര ലീവാക്കിയിരിക്കുന്നു? പിന്നെ എന്താ ഇപ്പൊ ലീവ് എടുക്കാൻ പറ്റാത്തത്? അതോ ഇനി നിനക്ക് എക്സാം എന്തെങ്കിലും ഉണ്ടോ? വേണിയുടെ സംസാരം കേൾക്കെ സന്ധ്യ സംശയത്തോടെ തന്നെ ചോദിച്ചു. എനിക്ക് ഡ്രസ്സ് എടുക്കാൻ പോകുന്നതിനേക്കാൾ ഇമ്പോർട്ടന്റ് ക്ലാസ് ആയിരുന്നു. ഞാൻ എന്തെങ്കിലും പറഞ്ഞ് ഒഴിവാക്കി നിൽക്കുമ്പോഴാ അമ്മ സമ്മതിച്ച്. അവൾ പറയുന്ന കേൾക്കെ സന്ധ്യക്ക് അത്ഭുതമായി. നീ എന്താ വേണി ഇങ്ങനെ പറയുന്നേ? ആന്റിയുടെ കൂടെയല്ലേ പോകുന്നത്? അതും ഹർഷന്റെ നിശ്ചയത്തിനുള്ള ഡ്രസ്സ് എടുക്കാൻ. ഒന്ന് കൂടെ പോകുന്നതിലെന്താ? ഇത്ര അഹങ്കാരം പാടില്ല വേണി. എത്ര സ്നേഹം അവർക്ക് നമ്മളോട്. വേണിക്ക് സന്ധ്യ പറയുന്നത് കേട്ടപ്പോൾ കരി വന്നു. അഹങ്കാരം തന്നെയാ. അവർക്ക് സ്നേഹം ഉണ്ടെങ്കിലേ അമ്മയങ്ങ് പോണം, എന്നെ ബുദ്ധിമുട്ടിക്കാനേ വേണ്ടത്. അവൾ ശബ്ദം കുറച്ച് ചീറി. സന്ധ്യ അവളെ തുറിച്ചു നോക്കി. ഇനി എന്താ, ഞാൻ ലീവ് എടുത്ത് പോണോ? എന്നാ ഞാൻ പൊക്കോളാം, നീ ക്ലാസ്സിന് പൊക്കോ. ഞാൻ പറഞ്ഞോളാം രാധികയോട്. അവരൊരു നിശ്വാസത്തോടെ, എന്നാൽ അവളുടെ സംസാരം ഒട്ടും ഉൾക്കൊള്ളാൻ കഴിയാതെ പറഞ്ഞു. ഓ വേണ്ട, ഞാൻ തന്നെ അങ്ങ് പൊക്കോളാം. വേണി വാശിയോടെ പറഞ്ഞുകൊണ്ട് അടുക്കള വിട്ടു പോയി. സന്ധ്യ അവൾ പോയ വഴി അവിശ്വസനീയതയോടെ നിന്നു. മകളുടെ പതിവില്ലാത്ത പെരുമാറ്റവും ദേഷ്യമൊക്കെ കാണെ അവർക്ക് മനസ്സിലെന്തോ അപായ സൂചന അനുഭവപ്പെട്ടു. ഈ കുട്ടിക്ക് ഇതെന്താ പറ്റിയേ? അവർ മനസ്സിൽ സ്വയം ആരാഞ്ഞു. നിനക്കിത് എന്തിന്റെ കേടാ വേണി? അമ്മയോട് വഴക്കുണ്ടാക്കിയിട്ട് ഇനി എന്താ കാര്യം? അവർ ചോദിച്ച അപ്പൊ തന്നെ പറയേണ്ടതല്ലായിരുന്നോ വരാൻ പറ്റില്ലെന്ന്? ഇതിപ്പോ അമ്മയ്ക്കും ഡൗട്ട് വരില്ലേ? ഇന്നലെ നടന്ന കാര്യങ്ങൾ ഓരോന്നും പറഞ്ഞു കേൾക്കെ അഞ്ജന അവളെ കുറ്റപ്പെടുത്തി. എനിക്ക് ആ സമയം പറയാൻ പറ്റിയില്ല. അതും ഹർഷൻ ചേട്ടൻ്റെ മുമ്പിൽ ഇരിക്കുകയായിരുന്നു. അപ്പോൾ ആകെ എന്തോ പോലെയായി. എന്നാലും വരാൻ പറ്റില്ലെന്ന് തന്നെ പറയണമെന്ന് കരുതിയതാ. അപ്പോഴാണ് അമ്മ ഇടക്കേറിയത്. വേണി അസ്വസ്ഥതയോടെ പറഞ്ഞു. ഇനി പറഞ്ഞിട്ട് കാര്യമില്ല. എന്നിട്ട് നീ പോകാൻ തന്നെ തീരുമാനിച്ചോ? അഞ്ജന ചോദിച്ചപ്പോൾ വേണി ഒരു നിമിഷം ഒന്നും മിണ്ടിയില്ല. പിന്നെ പതിയെ പറഞ്ഞു. പോകുന്നതിനല്ലേടാ നല്ലത്. എത്ര നാൾ ഞാനിങ്ങനെ ഒഴിഞ്ഞു മാറി അകന്നൊക്കെ ജീവിക്കും? അവരാരും എന്നോടൊരു തെറ്റും ചെയ്തിട്ടില്ല. എൻ്റെ ഉള്ളിൽ തോന്നിയൊരു ഇഷ്ടം അത് തുറന്നു പറയുക പോലും ചെയ്തിട്ടില്ല. ആരും അറിയാത്ത എൻ്റെ ഇഷ്ടം അതെൻ്റെ ഉള്ളിൽ തന്നെ ഇരിക്കട്ടെ. പഴയ പോലെ തന്നെ അവരോട് ഇടപഴകാനും പെരുമാറാനും എനിക്ക് കഴിയുമെങ്കിൽ അതിന് ശ്രമിച്ചു നോക്കാം. ഇപ്പോഴേ ശ്രമിച്ചു തുടങ്ങിയാൽ കൂടുതൽ വേദനിക്കണ്ടല്ലോ എനിക്ക്. ഒരു ചിരിയോടെ പറയുന്നവളെ അഞ്ജന സ്നേഹത്തോടെ നോക്കി. അതുതന്നെയാണ് നല്ലത്. ഇപ്പോഴാണ് എൻ്റെ കുട്ടി ബുദ്ധിയോടെയും ബോധത്തോടെയും ചിന്തിച്ചു തുടങ്ങി. അഞ്ജന പറഞ്ഞപ്പോൾ വേണി പതിയെ ചിരിച്ചു. അപ്പോഴും അവൾക്കുള്ളിൽ ഒരു നോവ് വന്നെത്തി നോക്കുന്നുണ്ടായിരുന്നു. 15 ദിവസങ്ങൾ മാത്രമാണ് ഹർഷന്റെ വിവാഹ നിശ്ചയത്തിന് ബാക്കിയുള്ളത്. ഹർഷനും ഗീതുവിനും തമ്മിൽ ഇഷ്ടമായതിനു പുറകെ രണ്ട് വീട്ടുകാരും സംസാരിച്ച് പെട്ടെന്നുള്ളൊരു മുഹൂർത്തം തന്നെ തീരുമാനിക്കുകയായിരുന്നു. പക്ഷേ വിവാഹം 7-8 മാസങ്ങളും കഴിഞ്ഞേ ഉണ്ടാവൂ. വേണി കുളിച്ചു വന്ന് ബ്രൗൺ കളറുള്ള സെൽവാർ ധരിച്ചു. കണ്ണുകൾ എഴുതി നെറ്റിയിൽ കറുത്ത ചെറിയൊരു പൊട്ടും തൊട്ടു. പിങ്ക് കളർ ഷെയ്ഡിൽ വരുന്ന ലിപ്സ്റ്റിക് കൂടെ ഇട്ട ശേഷം മുടി കോതി ഉണക്കി പിന്നിട്ടു. കൈത്തണ്ടയിൽ നിന്നും ധരിക്കുന്ന വാച്ച് കൂടെ കെട്ടിയതോടെ അവളുടെ ഒരുക്കം കഴിഞ്ഞു. തന്റെ വിഷമങ്ങളും വേദനകളും തന്റെ സ്വകാര്യതകളാണെന്നും അത് മറ്റാരും അറിയരുതെന്ന് അവൾ ആഗ്രഹിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ തന്റെ വേഷത്തിലോ ഭാവത്തിലോ അതിന്റെ യാതൊരു സൂചനകളും വരാതിരിക്കാൻ അവൾ ശ്രദ്ധിക്കുക തന്നെ ചെയ്യുന്നുണ്ട്. മാത്രമല്ല മോശമായ തന്റെ അവസ്ഥയെ മറികടക്കാനും അവൾ ആഗ്രഹിക്കുന്നുണ്ട്. ഒരുക്കം കഴിഞ്ഞതോടെ വേണി ഹാൻഡ് ബാഗും എടുത്ത് പുറത്തേക്ക് ഇറങ്ങി. അമലും ഷാജിമെല്ലാം പോയി കഴിഞ്ഞിരുന്നു. സന്ധ്യയും അങ്കണവാടിയിൽ പോവാനുള്ള ധൃതിയിലാണ്. വേണി കഴിക്കാൻ എടുത്തു വെച്ചിട്ടുണ്ട്, വേഗം ചെന്ന് കഴിച്ച്, എനിക്കാണെങ്കിൽ പോവാനായി. സന്ധ്യ സാരി ചുറ്റിക്കൊണ്ട് ലിവിംഗ് റൂമിലേക്ക് വന്നുകൊണ്ടാണ് പറഞ്ഞത്. ഞാൻ കഴിക്കാൻ പോവാ. അമ്മ കഴിച്ചോ? അവൾ സന്ധ്യയെ നോക്കിക്കൊണ്ട് ചോദിച്ചു. ഞാൻ കഴിച്ചു. ഞാൻ ഇപ്പൊ ഇറങ്ങും. അച്ഛൻ നിനക്ക് തരാൻ TV സ്റ്റാൻഡിന്റെ മുകളിൽ പൈസ എടുത്ത് വെച്ചിട്ടുണ്ട്, മറക്കാതെ അത് എടുത്തോണ്ടു. നിനക്ക് എന്തെങ്കിലും ഇഷ്ടപ്പെട്ടാ വാങ്ങിച്ചുകൊണ്ട് കേട്ടോ. അടുക്കളയിലേക്ക് പോകുന്നവളോട് അവർ വീണ്ടും വിളിച്ചു പറഞ്ഞു. വേണിയാ കേട്ടെങ്കിലും ഒന്നും പറഞ്ഞില്ല. അവൾ മേശപ്പുറത്ത് അടച്ചു വെച്ച ബ്രേക്ക്ഫാസ്റ്റ് തുറന്നു നോക്കി. ഇഡ്ഡലിയും സാമ്പാറുമാണ്. അമ്മ ചായ വരെ എടുത്തു വെച്ചിട്ടുണ്ട്. അവൾ ചെയറിലേക്ക് ഇരുന്ന് കഴിച്ചു തുടങ്ങി. വേണി, നീ ഇഷ്ടത്തോടെയല്ല പോകുന്നതെന്ന് എനിക്കറിയാം. എന്തായാലും കൂടെ പോയിട്ട് അവർ വെറുപ്പിക്കരുത് കേട്ടല്ലോ. ആ കുട്ടിയോട് നല്ല രീതിയിൽ നിന്നോണ്ടു. പിന്നെ അച്ഛൻ തന്ന പൈസക്ക് ഡ്രസ്സ് എടുക്കാൻ മറക്കണ്ട കേട്ടല്ലോ. സന്ധ്യ സാരി വൃത്തിക്ക് കൊടുത്ത് മുടിയെല്ലാം ഒതുക്കി കെട്ടി ഒരുക്കമെല്ലാം കഴിഞ്ഞ് അടുക്കളയിലേക്ക് വന്നതാണ്. ആസ്വദിച്ച് കഴിക്കുന്നവളെ നോക്കി സന്ധ്യ ഒരിക്കൽ കൂടെ ഗുണദോഷിക്കാൻ മറന്നില്ല. ഓ ശരി, അമ്മയ്ക്ക് പോവാനായില്ലേ? എന്നാ പിന്നെ പൊക്കൂടെ? അവൾ അലസമായി മൂളി സമ്മതിച്ചുകൊണ്ട് പറഞ്ഞു. ഞാൻ പോവുകന്നെയാ, പറഞ്ഞ മറക്കണ്ട. ഫോൺ സൈലന്റ് ആക്കി വെക്കരുത്. അച്ഛനും ഞാൻ ഇടയ്ക്ക് വിളിക്കും, അപ്പൊ എടുക്കണം കേട്ടല്ലോ. ഞാൻ ഇറങ്ങുക എന്നാ. സന്ധ്യ എടുത്തു വെച്ച ചോറ്റുപാത്രം ബാഗിലേക്ക് വെച്ചുകൊണ്ട് അവളോട് യാത്ര പറഞ്ഞു. വേണി തലയാട്ടി കഴിപ്പ് തുറന്നു. സന്ധ്യ ഇറങ്ങിക്കഴിഞ്ഞ് വേണിയുടെ കഴിപ്പും കഴിഞ്ഞ് പെട്ടെന്ന് തന്നെ അവളും വീട് പൂട്ടി ഇറങ്ങി. ഒട്ടും താല്പര്യമില്ലാതെ ആർക്കോ വേണ്ടിയെന്ന പോലെയാണ് വേണി രാധികയുടെ വീട്ടിലേക്ക് നടന്ന്. കൃത്യം അവർ ഇറങ്ങി തുടങ്ങുമ്പോൾ തന്നെയാണ് അവൾ ചെന്നതും. കാണാഞ്ഞ പിന്നെ നിന്റെ ഒരുക്കം കഴിഞ്ഞില്ല എന്ന് കരുതി. വായു വേഗം ഇറങ്ങാം, 10 മണിയായി. അവളെ കണ്ടതേ രാധിക ചിരിയോടെ പറഞ്ഞു.
വേണി വെറുതെ പുഞ്ചിരിക്കാൻ മാത്രം ചെയ്തു. ഇടയ്ക്ക് അവൾ ഒളി കണ്ടിട്ട് ഹർഷനെ പാളി നോക്കുകയും ചെയ്തു. അവളെ ഒന്ന് ശ്രദ്ധിക്കുക പോലും ചെയ്യാതെ വീട് ലോക്കിയുകയാണ്. വൈറ്റ് ടീഷർട്ടും ജീൻസുമാണ് അവന്റെ വേഷം. നീ നല്ല സുന്ദരിയായിട്ടുണ്ടല്ലോ വേണിക്കുട്ടി. ശ്യാം ഷൂലേസ് കെട്ടിക്കൊണ്ട് അവൾക്കടുത്തേക്ക് എന്നോട് പറഞ്ഞു. വേണി അവനെ നോക്കി ചിരിക്കുക മാത്രം ചെയ്തു. പോയലോമ്മേ. ഹർഷൻ വന്നു. പിന്നെ എല്ലാവരും കാറിലേക്ക് കയറിയിരുന്നു. രാധികയുടെ കൂടെ പുറകിൽ വേണിയും ശ്യാമും ഹർഷനും മുമ്പിലും. ഹർഷൻ തന്നെയാണ് ഡ്രൈവ് ചെയ്യുന്നത്. എടി വേണി, നമുക്കെല്ലാവർക്കും കളർ കോഡാക്കാം. ദേ, ഞാനും 1-2 കളർ ചൂസ് ചെയ്തിട്ടുണ്ട്. ഇതിൽ ഞാനും നീയും പിന്നെ അമ്മലും സെയിം കളർ, പിന്നെ അമ്മയും ആന്റിയും നിഷാന്റിയും പിന്നെ അങ്കിൾസും അവരുടെ ഒരു കളറ്. എങ്ങനെയുണ്ട്? അങ്ങനെ പോരെ? വണ്ടി മുന്നോട്ട് നീങ്ങി ശ്യാം പുറകിലേക്ക് തിരിഞ്ഞുകൊണ്ട് പറഞ്ഞു. ആ, നിന്റെ ഇഷ്ടം പോലെ ചെയ്യണ്ട. ഏത് കളർ എടുക്കാൻ? എന്നിട്ട് വേണി അവനെ നിരുത്സാഹപ്പെടുത്താതെ ചോദിച്ചു. ആ, ഗ്രീൻ എടുത്താലോ? ഒലിവ് ഗ്രീൻ നല്ലതല്ലേ? അല്ലെങ്കിൽ പർപ്പിൾ കളർ എടുക്കാം. ഓൾഡ് പീപ്പിൾസിന് അതിന്റെ ലേറ്റ് ഷെയ്ഡ് എടുക്കാം. എനിക്ക് പച്ച വേണ്ട, എനിക്ക് നല്ല മഞ്ഞ പട്ടുസാരി ഉടുക്കണം. എന്നെ ഇതിൽ നിന്നൊന്ന് ഒഴിവാക്കി തന്നേക്ക്. രാധിക വലിയ ഉത്സാഹത്തോടെയുള്ള അവരുടെ സംസാരം കേൾക്കെ പറഞ്ഞു. മഞ്ഞയല്ല, ചോപ്പ്. ദേ അമ്മേ, മഞ്ഞ സാരി ഒന്നും എടുക്കണ്ടട്ടാ. എന്നൊരു മഞ്ഞയും ഓറഞ്ചും നല്ല ഫോട്ടോസ് ഒക്കെ എടുക്കാനുള്ളതാ. ഞാൻ പറയുന്ന സാരിയും കൊടുത്താൽ മതി, ഇല്ലേ അമ്മ വരേണ്ട നിശ്ചയത്തിന്. ശ്യാം കട്ടായം പറഞ്ഞു. ദേ ചെക്ക, നീ എന്റെ അച്ഛനാവ നിൽക്കണ്ട കേട്ടോ. ഞാൻ എനിക്ക് ഇഷ്ടമുള്ള കളർ എടുക്കും. എന്റെ മോന്റെ നിശ്ചയത്തിന് ഞാൻ ഏത് സാരി എടുക്കണമെന്നേ നീ എന്നെ പഠിപ്പിക്കണ്ട. രാധികക്ക് അവന്റെ മട്ടും ഭാവവും ഒട്ടും പിടിച്ചില്ല. ദേ അമ്മേ, വാവേ. ശ്യാം എന്തോ കലിയോടെ പറയാൻ തുടങ്ങി. ഹർഷന്റെ താക്കീതോടെയുള്ള വിളികൾക്ക് അവൻ പറയാൻ വന്നത് വിഴുങ്ങി. ഫാഷൻ സെൻസ് ഇല്ലാത്ത തള്ള. വിജയ് ഭാഗത്തോടെയുള്ള അമ്മയുടെ മുഖം കാണി പിറിവിരുത്തുകൊണ്ട് നേരെയിരുന്നു അവൻ. രണ്ടുപേരുടെ എന്നുമുള്ള വഴക്ക് പോലെ വെറുതെ കണ്ടിരുന്നവൾ ഹർഷന്റെ ശബ്ദം കേൾക്കെ മുഖം തിരിച്ച് അവനെ നോക്കി. എപ്പോഴത്തെയും പോലെ ഗൗരവം തന്നെയാണ് മുഖത്ത്. ശ്രദ്ധ മുഴുവനായും ഡ്രൈവിംഗിൽ തന്നെയാണ്. കുറച്ചേറെ നേരം അവനെ തന്നെ നോക്കിയിരുന്നവൾ പിന്നെ എന്തോർത്ത് നോട്ടം പുറത്തേക്ക് മാറ്റി. ഹർഷ, ഗീതുവിനെ വിളിച്ചു നോക്കണ്ടേ? കുട്ടി അവിടെ എത്തിയോ ആവോ? രാധിക പറയുന്ന കേട്ടെങ്കിലും വേണി അത് ശ്രദ്ധിക്കാതിരുന്നു. ഗീതു ചേച്ചി 10 മിനിറ്റിനുള്ളിൽ ടെക്സ്റ്റൈൽസിലെത്തുന്നു. എനിക്കോ മെസ്സേജ് ഉണ്ടായിരുന്നു. ഏട്ടനെ വിളിച്ചപ്പോൾ കിട്ടിയില്ല എന്ന് പറഞ്ഞു. ശ്യാം പറയുന്നതും പുറകെ അതിനെക്കുറിച്ചുള്ള രാധികയുടെ ഹർഷന്റെയും സംഭാഷണവും പിന്നെ രാധിക ഗീതുവിനെ വിളിക്കുന്നതല്ല ഒരു മൂടൽ പോലെ വേണി കേട്ടുകൊണ്ടിരുന്നു. അവൾക്ക് ആ സംസാരം കേൾക്കാനോ അതിലിടപെടാനോ ഒട്ടും താല്പര്യമില്ലാത്തതുകൊണ്ട് തന്നെ പുറത്തെ കാഴ്ചകളിലേക്ക് ശ്രദ്ധ തിരിച്ചിരുന്നു വേണി. സിറ്റിയിൽ അത്യാവശ്യം നല്ലൊരു ടെക്സ്റ്റൈൽസിലേക്കാണ് അവർ ചെന്നത്. കാർ പാർക്ക് ചെയ്ത് 3 പേര് ഉള്ളിലേക്ക് കയറി. അവരുടെ സിറ്റിംഗ് ഏരിയയിൽ ഇരിക്കായിരുന്ന ഗീതു അവരെ കണ്ടും ചിരിയോടെ എഴുന്നേറ്റു. കൂടെ തന്നെ മറ്റൊരു പെൺകുട്ടിയുമുണ്ട്. ദേ മോള്, രാധിക പറഞ്ഞുകൊണ്ട് അവളുടെ അടുത്തേക്ക് ചെന്നപ്പോഴാണ് വേണി ആ പെൺകുട്ടിയെ കാണുന്നത്. ചിരിയോടെ അടുത്തേക്ക് നടന്നു വരുന്ന സുന്ദരിയായ ഒരു പെൺകുട്ടി. ബേബി പിങ്ക് കളർ സിൽക്ക് സാരിയാണ് ഉടുത്തിരിക്കുന്നത്. നീളൻ മുടി അഴിച്ചിട്ടിരിക്കുന്നു. നെറ്റിയിൽ ചെറിയൊരു കറുത്ത പൊട്ടും ലൈറ്റും മേക്കപ്പും ചെയ്തിട്ടുണ്ട്. കഴുത്തിൽ നിന്നും ധരിക്കുന്നതാവണം. സിമ്പിളായ ഒരു ചെയിനുണ്ട്. കാതിൽ അത്യാവശ്യം വലിയൊരു സ്റ്റെഡും. 2 കൈകളിലും 2 ബാംഗിൾസും. ഫോട്ടോയിൽ കണ്ടതിനേക്കാൾ സുന്ദരി. രാധികയെ കെട്ടിപ്പിടിച്ചുകൊണ്ട് ചിരിയോടെ സംസാരിക്കുന്നവളെ വേണി പിന്നെയും പിന്നെയും നോക്കിക്കൊണ്ടിരുന്നു. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.